ഗസ്റ്റ് അപ്പിയറൻസായി വന്നവരൊക്കെ ലീഡ് റോള് ട്രൈ ചെയ്താൽ നടക്കില്ല എന്ന യൂണിവേഴ്സ് തേർഡ് പാർട്ടിയോടാണ്. പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത ലവ് അല്ല, ഹോബിയാണ്. സീക്രട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പോയ യൂണിവേഴ്സ് ഇത്തിരി കഴിയുമ്പോൾ അതെടുത്ത് അങ്ങ് പബ്ലിക്കാക്കും. അല്ലെങ്കിൽ സീക്രട്ടായിട്ടുള്ള ലൈഫ് മൊത്തത്തിൽ ചളവാക്കി കയ്യിൽ കൊടുക്കും. തേർഡ് പാർട്ടിക്ക് എല്ലാം വെഡ്ഡിങ് ഡെക്കറേഷൻ പോലെ ഫീൽ ചെയ്യൽ മാത്രമേ ഉള്ളൂ, ഒന്നും മാരേജിലെത്തില്ല എന്ന യൂണിവേഴ്സ്. ഹേർട്ട് ബ്രേക്ക് പാക്കേജാണ്. ലൈഫ് ലോങ്ങിലേക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് പെയിൻ മാത്രം. തേർഡ് പാർട്ടിയുടെ വിചാരം എന്നും രാജ്ഞിയാവാം, രാജാവാകാം എന്നൊക്കെയാണ്. മെയിൻ റോളൊക്കെ ഇവിടെ നിങ്ങൾ കൊണ്ടുപോയി. ബിഗ് ബോസ് വിന്നറാണെന്നാണ് ഭാവം. തേർഡ് പാർട്ടിക്ക് ഓഡീഷന് പോലും കോള് വന്നതല്ല. നിങ്ങളുടെ വ്യക്തിക്കറിയാം തെറ്റുപറ്റി നിങ്ങളോട് ചെയ്തതൊന്നും ശരിയല്ല എന്ന്. തെറ്റിപ്പറ്റിപ്പോയെന്ന് പറയാൻ അവരുടെ ഈഗോ സമ്മതിക്കില്ല. ഈഗോ പറയും സൈലൻ്റായിട്ട് അങ്ങ് സഫർ ചെയ്താൽ മതി, ആരും ഒന്നും അറിയണ്ട. അവർക്ക് ഇപ്പോൾ നിങ്ങൾ മാറിയതും അകന്ന് നിൽക്കുന്നതും ഒന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല. അത് അവരെ ഉലച്ചിട്ടുണ്ട്. നിങ്ങളില്ലേൽ അവർ ഓക്കെയാണ് എന്നവർ ആക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഉള്ളിൽ പശ്ചാത്താപമുണ്ട്, സങ്കടമുണ്ട്. അവരുടെ ഫീലിങ്സ് ഒന്നും അവർ പറയില്ല, ഒളിപ്പിച്ചു വെച്ചേക്കുകയാണ്. ഈഗോ കയറിയിരിക്കുകയാണ്, പേടിയുണ്ട്. അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷനിലാണ്. നിങ്ങൾ മൂവ് ഓൺ ആയോ എന്ന് അവർ ഓർക്കുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടുപോകാൻ അവർക്ക് പറ്റുന്നുമില്ല. മനസ്സിൽ നിങ്ങൾ ഇല്ലെന്ന് ആക്ട് ചെയ്താലും സത്യം അതല്ല എന്ന് അവർക്ക് അറിയാം. ഒരിക്കൽ എല്ലാം ശരിയാവും എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട്. നിങ്ങളെ പഴയ പോലെ ഈസിയായി കിട്ടില്ല എന്നും അവരെ പഴയ പോലെ നിങ്ങൾ സ്വീകരിക്കില്ല എന്നും അവർക്ക് ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അപ്രോച്ച് ചെയ്യാൻ സ്ലോ ആയിട്ടിരിക്കുന്നത്. അവർ മറന്നിട്ടൊന്നുമില്ല, ഹർട്ടാണ്. ഈഗോ കാരണമാണ് സൈലൻ്റായിട്ടിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരത് അംഗീകരിച്ച് തരാൻ ഇച്ചിരി പാടാണ്. കാരണം ഈഗോ ഉണ്ട്. എല്ലാം സീക്രട്ടായിട്ട് നിങ്ങളറിയാതെ കൊണ്ടു നടന്നു. മൊത്തത്തിൽ യൂണിവേഴ്സ് ഒറ്റ അടി കൊടുത്തു. ചില്ലുകൊട്ടാരം അവർ കെട്ടിപ്പൊക്കിയത് മൊത്തം ചിതറി. നേരെ ചൊവ്വേ സത്യമായി നടന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടാകുമായിരുന്നോ? അതങ്ങനെ ഞങ്ങൾക്ക് ഡ്രാമയിൽ ആക്ട് ചെയ്താണ് ശീലം. നിങ്ങൾ തിരിച്ചു വന്നാൽ ചേഞ്ച് ആകാം എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും പുറത്ത് ഞാൻ ഓക്കെയാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. സൈലൻ്റ് മോഡ് ഓണാക്കി നിൽപ്പാണ്. നിങ്ങൾക്ക് ഹേർട്ട് ബ്രേക്ക് തന്നിട്ട് ഇപ്പോൾ അവരെ കണ്ട നിങ്ങൾ അവർക്കിട്ട് താങ്ങിയ മട്ടിലാണ് പെരുമാറ്റം. ഇന്നത്തെ സ്പ്രെഡിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം നിങ്ങൾ വിശ്വസിച്ചു വെച്ചിരുന്ന ഒരു കാര്യം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. അവർ നിങ്ങളെ വലിപ്പിച്ച്, അതുകൊണ്ട് നിങ്ങൾ വേദനിച്ചു. യൂണിവേഴ്സ് അത് തകർത്തതാണ്. എന്തിനാണ്? കള്ളത്തരത്തിന് മുകളിലാണ് കൊട്ടാരം ഇങ്ങനെ പണിത് വെച്ചത്. അങ്ങനിപ്പോൾ പണിയണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് അവരെ എടുത്ത് നിങ്ങളിൽ നിന്ന് വെളിയിലിട്ടേക്കുന്നത്. നിങ്ങളെ പറ്റിക്കുന്നത് യൂണിവേഴ്സ് അധികകാലം വെച്ച് ഉറപ്പിച്ചില്ല. നിങ്ങളോട് അവർ നീതി പുലർത്തിയില്ല, സത്യസന്ധതയോടെ നിന്നിട്ടില്ല. ഏറ്റവും ജെന്യുവിനായിട്ടാണ് നിങ്ങൾ നിന്നത്. അവർ മാറിയിരുന്ന് നിങ്ങളെ നന്നായി തന്നെ പറ്റിച്ചു, ചീറ്റ് ചെയ്തു. അത് തന്നെയാണ് സംഭവം. ചതിയുടെയും വഞ്ചനയുടെയും കാർഡാണ് രണ്ടാമത്തേത് വന്നിരിക്കുന്നത്. സത്യത്തിനും നീതിക്കും നിരക്കാത്തത്, ശരിയായ കാര്യങ്ങളല്ല അവർ ചെയ്തത് എന്ന് യൂണിവേഴ്സിന് മനസ്സിലായി. നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച വ്യക്തി തന്നെയാണ് നിങ്ങൾക്കിട്ട് പണി തന്നത്. നിങ്ങളല്ല തെറ്റ് ചെയ്തത്. നിങ്ങളേറ്റവും വിശ്വസിച്ച, നിങ്ങളെ സ്നേഹിച്ച, എല്ലാം സമർപ്പിച്ച, വാരിക്കോരി ദാനിച്ച ആ മുതൽ നിങ്ങൾക്ക് നല്ല പണി തന്നു, 8ൻ്റെ പണി തന്നു. നിങ്ങൾക്ക് ആ 8ൻ്റെ പണി അവർ തന്നെങ്കിൽ യൂണിവേഴ്സ് അവർക്ക് 16ൻ്റെ പണി കൊടുത്തോളും, പേടിക്കേണ്ട. സിറ്റുവേഷൻ അത്ര പന്തിയല്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം മുകളിലിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ പെരേര ഒന്ന് അഴിച്ചു പണിതത്. തകർത്തു വാരി ഇതേ ആ പൊളിച്ചിട്ട വീട് പോലെ കിടപ്പുണ്ട്.
ഓരോരുത്തരും അവിടെയും ഇവിടെയും പൊളിച്ചിട്ട വീടാണ്. പല ടൈപ്പാണ്. പകുതി പൊളിച്ചതുണ്ട്, മൊത്തത്തിൽ പൊളിച്ചതുണ്ട്. ഇനി വീടേ വെക്കണ്ട, നീ വേറെ സ്ഥലവും വീടും വാങ്ങിച്ചോ എന്ന മട്ടിലുള്ള ടൈപ്പ് റിലേഷനിൽപ്പെട്ടവരുണ്ട്. എല്ലാം മൊത്തത്തിൽ പൊളിക്കലാണ്. ഓരോരുത്തരുടെയും ബന്ധങ്ങളിലെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. എല്ലാവർക്കും ലൈഫ് ഒരുപോലെയല്ല. ഇതെൻ്റെ അല്ലല്ലോ, എൻ്റെ ആണല്ലോ എന്നൊക്കെ പറയുന്നവരാണ് മിക്കവാറും. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് എന്നും എല്ലാം ഒരുപോലെ നിൽക്കില്ല. രാവിലെ കണ്ട സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നില്ല, വൈകിട്ടാകുമ്പോൾ കടലിൽ താഴാൻ പോകും. നിങ്ങൾ പേടിക്കണ്ട, എന്നും ഒരുപോലെ നിൽക്കില്ല കാലം. നിങ്ങൾക്ക് ലക്കായി തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. ബെറ്റർ സൈഡിലേക്ക് തന്നെ കാലം ഉരുണ്ടോളും. പേടി വേണ്ട. ഒരാളെയും യൂണിവേഴ്സ് ഉപേക്ഷിക്കില്ല. എനിക്കെന്താ ഇങ്ങനെ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്കിത് തന്നത് എന്നെ മാറ്റാനാണ്. യൂണിവേഴ്സ് റീസെറ്റ് ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. മാനസിക സംതൃപ്തി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഹൃദയം നിറയും, തൃപ്തിയാകും എന്ന് സാരം. നിങ്ങളുടെ വ്യക്തിയാണ് സ്ക്രിപ്റ്റ് എഴുതിയതും നടിച്ചതും എല്ലാം. ആ ഓസ്കാർ കിട്ടേണ്ടതും അവർക്കാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഗീവ് ആൻഡ് ടേക്ക് ഒന്നുമില്ല, ടേക്ക് ആൻഡ് ടേക്ക് മാത്രമേ ഉള്ളൂ. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആമസോൺ റിട്ടേൺ പോളിസിയൊന്നുമല്ല. സ്നേഹം ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല, നഷ്ടപ്പെട്ടപ്പോൾ വില മനസ്സിലായതുമില്ല. ഇപ്പോൾ നിശബ്ദമായിട്ടിരുന്ന് പശ്ചാത്താപം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി വർക്കൗട്ടുണ്ട്, മെസ്സേജും ഡിലീറ്റും അയച്ച് രസിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റിൽ പെർമനൻ്റ് സീറ്റ് ഇട്ട് റിപ്ലൈ ഇപ്പോൾ വരും എന്ന് നോക്കിയിരിക്കുക. 2 മണിക്കൂർ നോക്കിയിരിക്കുക, 2 ദിവസം നോക്കിയിരിക്കുക, 2 മാസം നോക്കിയിരിക്കുക. ഡെയിലി വർക്കൗട്ടാണ്. ദോഷം പറയരുത്. അവർക്ക് രഹസ്യമായിട്ടൊരാഗ്രഹമുണ്ട്, എല്ലാം നോർമലാകണമെന്നും റീകണക്റ്റ് ആവണം എന്നും. അവരുടെ ആഗ്രഹം അതാണ്. ഈഗോ ഫുൾ ടാങ്ക് ആയതുകൊണ്ടാണ് അവർ അടുത്തോട്ട് വരാത്തത്. എന്നാലും നിങ്ങളെന്താ പോയെ എന്ന് ചിന്തിച്ച് തല പുകയ്ക്കുന്നുമുണ്ട്. സത്യത്തിൽ നല്ലൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അതിൽ ഈഗോ ഹീറോയായി എൻട്രി എടുത്തു. സിനിമ ഫ്ലോപ്പായി. അത് പറഞ്ഞാൽ മതി. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളത് തിരഞ്ഞെടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഒന്നുകിൽ അവരെ കാത്തിരിക്കുക, അല്ലെ വിട്ടുകളയുക, അത്ര തന്നെ. നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, പേടിയാണ്, ചിന്തകൾ ചന്തയിൽ തന്നെയാണ്. സംശയമുണ്ട്, എല്ലാം റിയൽ അല്ല. ഈ സംശയിക്കുന്നതെല്ലാം അങ്ങ് റിയലും അല്ല. ലൈഫ് ഇപ്പോൾ സ്റ്റക്കായ അവസ്ഥയിലാണ്, പോസ് മോഡാണ്. വെയിറ്റ് ചെയ്യുന്നത് പോലെ സത്യത്തിൽ സ്റ്റക്കാക്കിക്കൂടാ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം. സ്റ്റാർ കാർഡ് വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ പതുക്കെ മുറിവ് ഉണക്കുന്നുണ്ട്. പഴയ വേദന നിങ്ങൾക്കിപ്പോൾ ഇല്ല. നിങ്ങൾ എല്ലാം താങ്ങി, നിങ്ങളെല്ലാം സഹിച്ചു നിന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിക്കും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, അട്രാക്റ്റീവാണ്, ബോൾഡാണ്, സ്ട്രോങ് ആണ്. ആളുകൾ നിങ്ങളെ കണ്ടാൽ അട്രാക്റ്റീവ് ആവും. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ് വരുന്നത്. നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. എല്ലാ വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അവർക്ക് തിരിച്ചറിവും വരും. നിങ്ങളുടെ കഴിഞ്ഞ കാലമൊക്കെ ക്ലിയർ ആകും. ഇനി സത്യം മാത്രമേ നടക്കത്തുള്ളൂ. കൊടുത്തതും വാങ്ങിയതും എല്ലാം ഈക്വൽ ആയിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. ആ പരിപാടി ഇനി നടക്കില്ല എന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദന സഹിച്ചവരാണ്. ആ വേദന തന്നെയാണ് നിങ്ങളെ ഇത്രയും കരുത്തരാക്കിയത് എന്ന് മനസ്സിലാക്കണം. ഈ വേദനയിൽ നിന്നൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വേദനയിൽ കൂടെ കടന്നു പോകുന്നവരാരും പേടിക്കേണ്ട, എല്ലാവരും ഹീലാവും. നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട. ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും, പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും, കാശ് പിന്നീടും തരും. സിട്രിൻ എനർജി അങ്ങനെയാണ്.
ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും, ചിൽ ബോസ്, നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാൻ ആണ് എന്ന്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും. മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും. ഇൻ്റർവ്യൂ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ബിസിനസ് കോൾ വന്നോ, പേടി വേണ്ടേ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും. പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ, ലൈറ്റ് മോഡ് ഓണാകും. നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി, അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും. ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും. മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ്. ബിസിനസ്, ജോലി, സെയിൽസ്, ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആകും. റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ, കരിയർ ഗ്രോത്തിനും, ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക. ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ്, പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ്, ഒന്ന് റോ യെല്ലോ കളറാണ്. ഇത് റോ യെല്ലോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം. ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല, അത് ഒരു സ്പർശമാണ്, എനർജിയാണ്, ഒരു വൈബാണ്. ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗ്ഗാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റാകും, വൈബ് വാമാകും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും. ലവ് അട്രാക്റ്റ് ചെയ്യാനും, റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും, സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത്, ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ, സമാധാനം കിട്ടാൻ, സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക.